ഈ കുരുന്നിന്റെ കളിച്ചിരിയാണ് എല്ലാം നഷ്ടമായ വേദനയെ മറികടക്കാൻ ജസീലയ്ക്ക് കരുത്താകുന്നത്. സഹോദരിമാരായ ഹിനയെയും ഫൈസയെയും പിതാവ് ഷാജഹാനെയും ഉരുൾ കവർന്നെടുത്തിരുന്നു. ജസീലയുടെ ജീവിതത്തിൽ ശേഷിച്ചത് കുഞ്ഞു നൈസമോൾ മാത്രം. ഇന്നിപ്പോൾ വേദനകൾ മറന്ന് മുന്നോട്ടു പോകാൻ ഇവർക്ക് കരുത്തു നൽകുന്നത് പ്രധാനമന്ത്രിയുടെ വരെ ലാളനം ഏറ്റുവാങ്ങിയ നൈസമോളുടെ നിഷ്കളങ്കതയാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ജോലിയൊന്നും ശരിയായിട്ടില്ല. ഇപ്പം എന്തിനെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നോക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും ശരിയായി അതിന് പോകാൻ നോക്കണം. ഇപ്പം മോള് കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ അനുഭവങ്ങൾ എല്ലാം മറിച്ചു ചിന്തിപ്പിച്ചു. മോദി സാറ് വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഒക്കെ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. മോളെ ചേർത്ത് പിടിച്ചൊക്കെ ഇതാക്കിയപ്പോൾ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു. പിന്നീട് കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഒന്നുമില്ലാന്നപ്പോൾ ഭയങ്കര പ്രയാസം തന്നെയാണ് തോന്നിയത്. കൽപ്പറ്റയിൽ ഉയരുന്ന സർക്കാരിന്റെ ടൗൺഷിപ്പാണ് ഇവർക്കിനി അഭയം. നഷ്ടപ്പെട്ടതൊന്നും മറക്കാനാകില്ലെങ്കിലും ഓർമ്മകളുടെ കരുത്തിൽ മുന്നോട്ട് നടക്കുകയാണ് ഈ അമ്മയും മകളും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.